ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേണ്ടാ കുത്തിയിരിക്കും അവിടെ ഇരിക്കുക. ഞാൻ ഇവനോട് ഇന്നലെ വന്നപ്പോഴേക്കുണ്ടല്ലോ, ഇന്നലെ എന്നെ ഉച്ചയ്ക്ക് എടുത്ത് വിളിച്ചു, എടാ എനിക്ക് അർജന്റ് ആയിട്ട് സ്ലിപ്പർ മേടിച്ചോ, എന്തായാലും മതി, എടാ എന്തായാലും മതി. എന്റെ മോനെ രാവിലെ അങ്ങനെ എല്ലാരും ഉറക്കൊക്കെ എണീറ്റ് ഫ്രഷ് ആയി. സണ്ണിയേട്ടൻ എനിക്ക് വേണ്ടി, ഞാൻ യു കെ സണ്ണിയേട്ടൻ എന്നെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോഴേക്ക് ഞാൻ പറഞ്ഞ സാധനമാണ് കേട്ടോ. പിടിച്ചു ജോലിയോടെ ഇരിക്കണേ. അപ്പൊ ഞങ്ങളെല്ലാരും ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. സമയം തെറ്റി, നന്ദൂര് സമയം തെറ്റിയിരിക്കുവാണ് കേട്ടോ. എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ രാത്രിയില്? അല്ലേ, രാത്രിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ എല്ലാരും ഒരുമിച്ച് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയും കിടന്നോലും ആർക്കും ഓർമ്മ. ഇതാരാ വെയിൽ കൊള്ളുന്നത്? വൈറ്റമിൻ ഡി എടുക്കുക അങ്ങോട്ട് ഇവിടെ. അപ്പൊ അങ്ങനെ നമ്മൾ ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണത്. പിള്ളേരെല്ലാം ഇവിടെ ഓടി കളിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നന്ദു നമ്മുടെ പജീറോ എടുത്തോ. അപ്പൊ ഇതാണ് ശരിക്കും നമ്മുടെ ഗ്രീൻബർഗിന്റെ ഏറ്റവും ടോപ്പിലെ വ്യൂ. ഞാൻ കാണിച്ചു തരാം ഈ സ്ഥലം. കാടി വൈകി കുഞ്ഞു പറയും, ഇച്ചിരി വെയിൽ കൊണ്ട് വൈറ്റമിൻ ഡി വെയിലൊക്കെ ഇച്ചിരി കൊണ്ടോ. ഇവിടുന്നുണ്ടല്ലോ ഈ ഒരു വാക്ക് വേ ഇവിടുന്ന് അങ്ങ് വരെ, ഇത് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എൻഡ് വരെ നടക്കാണ്ട് വരും. പിന്നെ ഇതിന്റെ മേളിൽ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാണ്ട് വരും. എങ്ങനെയുണ്ട് സ്ഥലം എന്തോ? നിങ്ങൾ രാവിലെ ഓൾറെഡി ഇവിടെ ഞാൻ നടക്കാൻ വന്നു, അവിടെ മാനെ കണ്ടല്ലേ നിങ്ങള്? അത് മാത്രം ഞങ്ങൾക്ക് മിസ്സായി കേട്ടോ. രാവിലെ എണീറ്റ് വരുവാണെങ്കിൽ ആക്ച്വലി മാനെ കാണായിരുന്നു, പക്ഷെ ഞങ്ങൾ അതിനെ കണ്ടില്ല. അല്ലെ കുഞ്ഞു പറയാം? കണ്ടില്ല. നോക്കണോ? നന്ദിനോട് ചോദിച്ചു എവിടെയാന്ന് ചോദിച്ചേ. ഇവിടെ അവിടെ കണ്ടെന്ന്. കുഞ്ഞുമാന പാവമാൻ കുഞ്ഞെന്നൊക്കെ പറയുമ്പോ കയ്യിൽ ആക്ഷേപം കാണിക്കണം കേട്ടോ. ഇനിയിപ്പോ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയാണ് നമ്മുടെ റെസ്റ്റോറന്റ് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് മരങ്ങളിലെല്ലാം പേര് ഇവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പനിനീർച്ചാമ്പയാണിത്. പണ്ട് എല്ലാ വീട്ടിലും ഉണ്ടായിരുന്ന സാധനമാണ് പനിനീർച്ചാമ്പങ്ങ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്നലെ രാത്രിയിൽ നമ്മൾ അജിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയ സ്ഥലം ഇതിന്റെ ഇടത്ത് സൈഡിലാണ് കേട്ടോ. കൊടുമുടി എന്നാണ് നമ്മുടെ റെസ്റ്റോറന്റിന്റെ പേര്. ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ്. ബൊഫേ ആണ്. അപ്പൊ എന്താണ് കഴിക്കാനുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ചേട്ടന്മാരെല്ലാരും നമുക്ക് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനിയിപ്പം ഞങ്ങൾക്കുള്ള അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ രാത്രി ഇന്നലെ നൈറ്റ് ഡ്രൈവ് പോയായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ താക്കോൽ മിസ്സായി. ഇതുപോലെ വണ്ടിയുടെ താക്കോൽ ഇവിടെ പോയിട്ടുണ്ട്. താക്കോൽ ഹണ്ടിങ് ആണ് കേട്ടോ, ട്രഷർ ഹണ്ടിങ്ങിന് കൂട്ട്. അപ്പം എന്താണെങ്കിലും നമ്മൾ താക്കോൽ എടുക്കാൻ പോകുന്ന സ്ഥലം ഇന്നലെ രാത്രി കാണിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് സ്ഥലം ഇന്ന് കാണിക്കാം. ഞങ്ങൾ പോയി വിജയശ്രീയിൽ ആളുകളായിട്ട് തിരിച്ചു വരാം. ആനയോ? അത് ശരി കേട്ടോ, ആന ഇറങ്ങുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇന്നലെ പോയത്. അഞ്ചു പോയിട്ട് വരാം. ബൈ ബൈ. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം താക്കോൽ കിട്ടാൻ. ഓക്കെ സല്ലേടാ, പോയേക്കാം. പിന്നെ ആരാ വരുന്നേ? പ്രോ എന്തി? കോശി വരുന്നുണ്ടോ? നിങ്ങൾ വരുന്നുണ്ടോ? കോശിയുടെ ഫ്രണ്ട്. കോശി എല്ലാ പ്രാവശ്യം കോശിയുടെ ഫ്രണ്ടാണ് ഗാങ്കൂട്ടൻ. ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്നാ പോയിട്ടാ. ഒരു കുഞ്ഞുമാനുണ്ട്. കുഞ്ഞുമാൻ ഒരാള് ചോദിക്കുവാ പ്ലാൻ ചെയ്തതാണോ? താക്കോലല്ലേ? ഇവിടുന്നാണ് ആക്ച്വലി നമ്മള് റിസോർട്ടിലോട്ട് വന്ന വഴി ഇതാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റും കുഞ്ഞൊരു ഓഫ് റോഡും ആണ്. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയ സ്ഥലത്ത് ജസ്റ്റ് നോക്കട്ടെ. ഇവിടെ ഞങ്ങൾ ഇന്നലെ രാത്രി വണ്ടി നിർത്തിയിട്ട സ്ഥലമാണ്. യെസ്, ഇത് പ്ലാന്റ് അല്ല കേട്ടോ. വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവരും വിചാരിക്കും ഇത് പ്ലാന്റ് ആണ്. ഇത് പ്ലാന്റ് ഒന്നും അല്ല. ഇത് കേട്ടോ ഫസ്റ്റ് സ്ഥലത്തുനിന്ന് താക്കോൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ താക്കോൽ തന്നെയാണോ? ഇപ്പൊ അന്തം വിട്ടിരിക്കുക കേട്ടോ. നമ്മുടെ താക്കോലാണോ? ഫസ്റ്റ് സ്ഥലത്തുനിന്ന്. ഇത് ഭയങ്കര
എന്താണെങ്കിലും നമുക്ക് സാധനം കിട്ടി. അതൊരു വലിയൊരു സംഭവമായി പോയി കേട്ടോ. അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. ഇനിയിപ്പോ എന്തായാലും ഇവിടെ വരെ വന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം. മലയുടെ മേളിൽ കയറിയിട്ട് പോകാം. ഇവിടുന്ന് റൈറ്റിലേക്കാണ്. ഇതുണ്ടല്ലോ, പക്ഷെ ഇത് ഫാമിലി ആയിട്ട് നമുക്ക് മറ്റേ ചെറിയ ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിത് പയ്യെ മേളിൽ കയറുവാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മള് വരാട്ടുപേട ഓഫ് റോഡായിരുന്നു നമ്മൾ ചെയ്യുന്നതിന് ഏറ്റവും അടിപൊളി ഇതാണേ. അപ്പൊ പജീറായിട്ട് നമ്മുടെ അടുത്ത ഓഫ് റോഡാണ്. ഇതിപ്പോ വണ്ടി എത്ര, അതായത് 40 ഡിഗ്രി 30 ഡിഗ്രി താന്നാ വണ്ടി. 30 ഡിഗ്രി ആംഗിളിലാണ്. നമ്മള് വീണ്ടും മേലോട്ട് കയറുവാണ്. ആരെ കാണാൻ പറ്റുമെങ്കിൽ അടിപൊളിയാണ്. നല്ല കരിഞ്ഞ വെയിലാ. ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ. അതായത് സ്ട്രെയിറ്റ് നിങ്ങൾ അങ്ങ് കാണുന്നില്ല. അത് ഡാമാണോ? ആണല്ലേ? അത് ഭയങ്കര രസമാണ്. ഈവനിങ് വന്നാൽ ഭയങ്കര രസമായിരിക്കും. ഇതുണ്ട് അങ്ങ് കാണുന്നുണ്ട് വെള്ളം കിടക്കുന്നത്. ഇവിടെ നല്ല രസമുള്ള വ്യൂ ആണ്. ഈ വഴിയാണ് നമ്മൾ കയറി വന്ന വണ്ടിയായിട്ട്. നമ്മളിനി നേരെ തിരിച്ച് വണ്ടിയായിട്ട് താവോട്ട് പോവാണ്. കാരണം മഞ്ഞ ബീറ്റിൽ കിടക്കണോ. ആരോടും പറയുന്നില്ല കേട്ടോ. എടാ വേറെ സ്മോക്ക് ഉണ്ടോ? ഇല്ല, കിട്ടിയില്ല. ഒരു രക്ഷയില്ല. അജയനെ വിളിച്ചോണ്ടോ ചില്ല് പൊട്ടിക്കാൻ. അല്ല വേറെ ഓപ്ഷൻ ഇല്ല, ഒരു വഴിയില്ല. പഴയ വണ്ടികളോ ഇതിന് മറ്റേ ഇതാ മോട്ടോർ സിസ്റ്റം ഇല്ല. ഞാൻ ഈ സാധനം ശ്രീനാഥിലെ ബീഡിങ് കഴിക്കുന്ന സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. എടാ ബീഡിങ് പഴയ വണ്ടിക്ക് അമലിനെ വിളിച്ചു വെച്ചാൽ പറയാം. പഴയ വണ്ടിക്ക് പറ്റും. ഇത് മറ്റേ ലോക്കല്ല നമ്മുടെ വണ്ടിയെ കൂട്ട്. മറ്റേ വണ്ടിക്കകത്ത് നരിച്ചു പറഞ്ഞു. പക്ഷെ റൂമിലാണ് എന്റെ ഡൗട്ട്. റൂം മൊത്തം നോക്കിയോ? എനിക്ക് ഈ വണ്ടിക്കകത്ത് ഡൗട്ട്. ഉറപ്പാണല്ലോ ബെഡിനടിയിലോ പൊട്ടിച്ചെല്ലാം കഴിയുമ്പോ പാന്റ് ഇടുമ്പോഴേ പാന്റിന്റെ പോക്കറ്റ്. നിങ്ങള് പോയതല്ലേ? കീ കിട്ടി മണ്ടന്മാര്. സംഗതി കീ കിട്ടിണ്ടായിരുന്നു. വെറുതെ പൊട്ടിക്കാൻ പോണെന്നും പറഞ്ഞ എല്ലാവരും പുറത്തിറക്കി. എല്ലാവരും അകത്തിരുന്നത്. അജയനെ പറ്റിക്കണോ? കല്ലെടുത്ത് പിടിച്ചോണ്ടേ ഞങ്ങൾ ഫസ്റ്റ് കുറച്ച് സ്ഥലത്ത് കിട്ടി. കാണാനുള്ള മനഃശക്തി ഇല്ലാത്ത തന്നെയാണ് കണ്ടുപിടിച്ചത്. എപ്പോഴും സംശയമുണ്ട് ഇവൻ തന്നെ ഒളിപ്പിക്കുന്നതാണോ? കണ്ടന്റിന് വേണ്ടി എനിക്ക് വീഡിയോക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ അതായത് അർജുന്റെ ഇത് പറയാൻ കാര്യം ഞങ്ങൾ പണ്ട് ഓഫ് റോഡ് പോയപ്പോഴേക്കും അർജുന്റെ ഒരു വണ്ടിയുടെ താക്കോല് കാണാൻ പോയി. ബെൻസിന്റെ താക്കോല് പോയി രാവിലെ മുതൽ വൈകിട്ട് വരെ മഴ നനഞ്ഞതിന് ശേഷം. എന്നിട്ട് രാത്രി 7 മണിക്ക് 7:30 പോയിട്ട് ഞാനാ തപ്പിയെടുത്ത്. അർജുൻ പറഞ്ഞത് ശരി. കാരണം അവരെ അറിയത്തില്ല തപ്പി എടുക്കുന്നതെന്ന് പറഞ്ഞ 1 മണിക്കൂർ ഇത് നേരെ വന്നു എടുത്ത്. ഇന്നതുപോലെ തന്നെ തന്നെയാണ് നോക്കി തുറന്നു. ജസ്റ്റ് നിന്റെ വണ്ടിയുടെ ഡിക്കി തുറന്നു. വാട്ട്സ് ഇൻ യുവർ ഇതാണ് അർജുന്റെ വണ്ടി കേട്ടോ. നല്ല രസമുള്ള വണ്ടിയല്ലേ. അപ്പൊ ഇതിന്റെ ട്രങ്ക് വാട്ട് ഈസ് ഇൻ യുവർ ട്രങ്ക്? 5 കാണിച്ചാ തുറന്ന് കാണിച്ചേ. ഇതിനകത്തൊന്നും എടുക്കരുത്. ഇല്ല എടുക്കത്തില്ല. നോക്കാം അല്ലെ പിന്നെ ദിക്കി നോക്കാം. പക്ഷെ അതിന്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾ നോക്കല്ലേ. ഇല്ല. ഓക്കെ. അയ്യോ ഒരു വണ്ടി നിറച്ച് ഹോട്ട്. ഇതെന്നാടാ പറഞ്ഞേ? എന്റെ അളിയാ ഇഷ്ടം പോലെ ബീറ്റില്. ഇത് വീട്ടില് വേണ്ട പുതിയ ബീറ്റില്. ഇതാണ് എനിക്ക് തരുന്നത്. ഇതാണോ ഗിഫ്റ്റ് ഇന്ന്? ഇതും ഗിഫ്റ്റ് ആണ്. ഇപ്പണ്ടല്ലോ ഈ വണ്ടി മൊത്തം ഉണ്ടല്ലോ ഗെയിം കളിക്കുന്ന ആൾക്കാർക്കുള്ള സാധനമാണ് കേട്ടോ. ഇതൊക്കെ ചെലവില്ലാത്ത വണ്ടികളാണ് നിനക്ക് ആവശ്യമില്ലാത്ത വണ്ടികളൊക്കെ. സൂപ്പർ എടാ ഇതിന്റെ വെളിയൊന്നുമില്ലേ? എന്താ അതിന്റെ വില നോക്കി. അതിന്റെ വിലയില്ലത്. ഇത് വില 1500 രൂപ പ്രൈസ് ഉണ്ട് കേട്ടോ. ജിമ്നി ഇതിന്റെ വില എത്രയുണ്ട്? ഇത് സെയിം 950. നോക്ക്. ഇത് ബാറ്ററി ഉണ്ട്. ഇത്
ഒരു ഒറ്റ കാര്യം കൂടെ പറയാനുണ്ട്. ചോദിച്ചോ. ചില കൂട്ടുകാരന്മാരുണ്ട്, നമ്മൾ അവന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടെന്ന് കഴിയുമ്പോഴത്തേക്കും അയ്യോ നീ ഇതാണോ കൊണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. ഒരാൾ സന്തോഷത്തോടെ ചില സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇവന് ഞാൻ യുഎസിൽ നിന്ന് ഹോട്ട് വീൽസ് കൊണ്ടുവന്നായിരുന്നു. ഇവന് മീൻസ് ഇവന് കുറെ ഫണ്ട് കൊടുത്തായിരുന്നു. അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനം ഇങ്ങോട്ട് വരുന്ന അത് ഏറ്റവും റയർ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ഞാൻ കൊടുക്കാൻ വേണ്ടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ MRP 179 രൂപയ്ക്ക് തരാണ്. അതിനോ നമ്മളൊക്കെ ആയിട്ട് എന്തെങ്കിലും കുറച്ച് കടയിലെ 179 രൂപ വേറായിട്ടുള്ള വണ്ടികൾ കൊടുക്കുമ്പോഴത്തേക്ക് അപ്പൊ ഓർത്ത് ഇവര് കൊടുക്കത്തില്ല. അതുകൊണ്ട് മറ്റേ ഇവ മറ്റേ എല്ലാം മറ്റേ ഗെയിം ഇന്നും മറ്റേ ഗെയിം കളിച്ച് മേടിക്കാനുള്ള പരിപാടിയാണ്. എല്ലാം തോപ്പിക്കും. ഇനി ഇപ്പൊ ഉണ്ടല്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ബാ അർജന്റ് ചെവിയും കൂടെ പൊട്ടിക്കാം. എടാ നിന്നെ മറ്റേ സാധനം ചെയ്തിട്ടുണ്ടോ? മറ്റേ ഇത് കാണിക്കും കണ്ടാ. രണ്ടര നല്ല ഇയർബാൻസ് പോകും. അതുകൊണ്ടുള്ള ഗുണം എന്താ? ചുമ്മാ വെക്കണം. അങ്ങനെയാണോ? ഞാൻ ഇവനോട് ഇന്നലെ വന്നപ്പോഴേക്കുണ്ടല്ലോ ഇന്നലെ എന്നെ ഉച്ചയ്ക്ക് എടുത്ത് വിളിച്ചു. എടാ എനിക്ക് ഒരു അർജന്റ് ആയിട്ട് സ്ലിപ്പർ മേടിച്ചോ, എന്തായാലും മതി എടാ, എന്തായാലും മതി. ഞാൻ പറഞ്ഞ വീട്ടിൽ പോയിട്ട് എടുക്കണം, വേണ്ട എടാ എന്തായാലും മേടിച്ച്. ഇപ്പൊ ഒരു ചെരുപ്പ് മേടിച്ചപ്പോ അവന് കാണിക്കാം. ഒരു മിനിറ്റ്, ആ ചെരുപ്പ് ഞാൻ കാണിച്ചാ. ഇതോടെ ഈ ചെരുപ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പാരഗന്റെ അടിപൊളി ചെരുപ്പാ. ഇവന്റെ ടീഷർട്ടിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലാക്ക് പാന്റിന് മാച്ചിങ് ആയിട്ടുള്ള കളർ. എനിക്ക് അത് അറിയത്ത് പോലില്ല എന്നിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒന്നുമല്ലല്ലോ മേടിച്ചോണ്ടോ. ഇതുപോലത്തെ ഒരു ചെരുപ്പ് മേടിച്ചു തന്നേക്കാം. എന്നിട്ട് അവന്റെ കാലക്കടക്ക് ചെരുപ്പ് നോക്കിയേ. ഇത് ഞാൻ നേരത്തെ ഉപയോഗിക്കുന്നു. ഒന്നും മിണ്ടണ്ട. അടിപൊളി. അപ്പൊ നമ്മൾ ഇതിനകത്തോടെ മേളിലേക്ക് നടക്കുവാണ് കേട്ടോ. ഈ ശരിക്കും ഉണ്ടല്ലോ ഈ ഗ്രൗണ്ട് പണ്ട് ടോവിനോ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അവരിങ്ങനെ ഫാമിലി ആയിട്ട് മീൻസ് ഫ്രണ്ട്സ് ആയിട്ട്. അത് ഈ ഗ്രൗണ്ടിലാണ് അവര്. നമ്മളിങ്ങനെ മേളിൽ വരുമ്പോഴേക്കും ഇവിടെ ഒരു വലിയൊരു ബൈസൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഹ്യൂജ് സാധനേ. ഞാൻ ജസ്റ്റ് അതിന്റെ സൈസ് കാണിച്ചു തരാം. അർജുന നീ തമിഴ് എടുക്കാം. ഇവിടേക്ക് നീ ഓടാൻ കാട്ടുപോത്ത് കുത്താൻ ഓടുന്നു. ഒരു മിനിറ്റ്. ആരാ പാവം? ആരോ കുഞ്ഞുമറിയാണ് പാവം. ആർക്കാ ഉമ്മ കൊടുത്തേ? കാട്ടുപോത്തിന് ഉമ്മ കൊടുത്തെന്നാ പറഞ്ഞ കേട്ടോ. പാവം കാട്ടുപോത്ത്. കുഞ്ഞിതാണോ വലുതാണോ? വലുതാ കേട്ടോ. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട്. ഇന്നിവിടെ ഫുള്ളാണ് കേട്ടോ. ഇഷ്ടംപോലെ ഗസ്റ്റ് ഉണ്ട്. അപ്പൊ അതേ ഫുഡ് ബൊഫേ ആണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമുക്കിവിടെ ഡേ പാക്കേജ് ഉണ്ടല്ലേ? അതായത് ഇപ്പൊ ഓഫീസ് കമ്പനികളിൽ നിന്നൊക്കെ അല്ലേ? അതായത് രാവിലെ 10 മണിക്ക് ചെക്ക് ചെയ്തിട്ട് ആണല്ലേ? അടിപൊളി. ഇപ്പൊ ഇവരൊരു ഗ്രൂപ്പ് വന്നിട്ട് ഒരു കമ്പനിയിൽ വന്നേക്കുന്നത്. അപ്പൊ ഞങ്ങളിത് ഫുഡ് എടുത്തോണ്ട് ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഒരു ഔട്ട്ഡോർ റെസ്റ്റോറന്റ് ഉണ്ട്, പിന്നെ നമുക്ക് ഇവിടെ മെയിനിലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ നമ്മളെല്ലാരും ഇവിടെ മെയിനിൽ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. എല്ലാരും ഭക്ഷണമൊക്കെ എടുത്തോണ്ടിരുന്ന് കഴിക്കുന്നു. മമ്മി ഭക്ഷണം എങ്ങനെയുണ്ട്? നല്ല ഭക്ഷണമല്ലേ? നല്ല ഭക്ഷണമാണ്. അപ്പൊ എങ്ങനെയുണ്ട് പനി? ഭക്ഷണം എങ്ങനെയുണ്ട്? എല്ലാം എടുത്തില്ല. അപ്പൊ ഒരു ഇച്ചിരി ക്ഷീണമുണ്ട്. ഇത് അങ്ങനെയുണ്ടല്ലോ, നമ്മള് അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇതുണ്ടോ, പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇന്ന് ഡേ ഔട്ടിങ്ങിന് വന്ന ഗ്രൂപ്പ് അവിടെ എൻഗേജ്ഡ് ആണ് കേട്ടോ. അന്ന് ഞാൻ നമുക്ക് ഒട്ടും ബോറടിക്കത്തില്ല, അതുപോലെ ആക്ടിവിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കുഞ്ഞുമറിയോ ഈ ഹാങ്കുട്ടനും പിള്ളേരൊക്കെ ഇവിടെ കളിക്കുന്നത് കാണിച്ചു തരാം. കുഞ്ഞുമറിയോ ഇറങ്ങിക്കോ. ഇതെന്നാടി ഇത്ര ഗൗരവത്തിൽ കറങ്ങുന്നിരുന്നു? കിളി വാർന്നിരിക്കുകയാണ്. ഇതുണ്ടോ അങ്ങോട്ട് എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. തറ വിട്ടയച്ചാണ് നടന്നടാ. അല്ലല്ല, ആടിയാടി പോ. എന്നാ പറ്റിയടി? എന്നാ പറ്റിയേ? എന്നാ പറ്റിയടാ? ഒരു സൈഡിലോട്ട് പോയതുണ്ടോ? കുഞ്ഞുമറിയ അപ്പയും കൂടെ ഇത് കഴിട്ടാ, സീസോ കഴിട്ടെ. കുഞ്ഞുമറിയ അപ്പയും പറ്റും. അപ്പ ഞാനും പിടിച്ചിരുന്നോണേ. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ഇരിക്കാൻ പോവാ.
ആണ്ട് എങ്ങനെ ഇറങ്ങും? അപ്പൊ എനിക്ക് ഓടൊന്നും ചെയ്യില്ല. എടാ ഓടൊന്നും ചെയ്യില്ല. സാറങ്ങും കല്ലാലൊക്കെ ഇടിക്കുമല്ലോ. അർജുബ്രോ തീർന്നു കേട്ടോ. പതിയെ പതിയെ ഇത് പിടിക്കാവോ? അയ്യോ ഏത് വഴിയാ നടക്കുന്നത്? അല്ല കുതിര മാറിപ്പോയി. നിനക്കൊരു കുതിരയായിരുന്നു. ഇനി അടുത്ത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് ദിപു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ബ്ലൂ ടയർ ഇവിടെ. ഉയ്യോ സോറി, താഴോട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് നമ്മൾ വിചാരിക്കുക ഇത് ചുമ്മാ ഭയങ്കര സിമ്പിൾ ആയിരിക്കും കാണുമ്പോഴേ, പക്ഷെ ഇത് അത്രയ്ക്ക് സിമ്പിൾ അല്ല. ഫസ്റ്റ് നമ്മൾ കയറിയിട്ട് ഈ ഒരു സാധനം അത് നമ്മുടെ സേഫ്റ്റിയാണ്. ഞാൻ ഫുള്ള് പുറത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ സ്പീഡ് വരുമ്പോഴേക്കും ഇത് അത്ര എളുപ്പമല്ല, കാരണം ഈ ടയറിന്റെ ഇടയ്ക്കൂടെ കാലൊക്കെ താഴോട്ട് പോകും. നമുക്ക് വാറുണ്ണിനെ എനിക്ക് ഓർമ്മ വരുന്നു കേട്ടോ. അറിയുമ്പോ ഇത് പൊട്ടിയ റിസ്ക് കേട്ടോ. ഞാൻ താമസിച്ച പറഞ്ഞല്ല, ഇങ്ങനെ ചിരിച്ചോണ്ട് പോയവരാണ്. ഇതേ നോക്കി ഫസ്റ്റ് ഒന്ന് വലിച്ചൊക്കെ നോക്കിയേക്ക്. ആ ഇത് നേരം ഒറ്റ ഓട്ടം, അങ്ങനെ തന്നെ ഓട്ടം. കമാൺ സെബിനെ, പുള്ളി ഓടാൻ പോവാ. ഓടിക്കോ അർജുൻ ബ്രോ, ഓടിക്കോ അർജുൻ ബ്രോ. ഇത് ആ ഹൈറ്റ് 20 അടി പൊക്കത്തിൽ കയറി കഴിയുമ്പോണ്ടല്ലോ റിസ്കാ, തമാശയല്ല. ഓ അയ്യോ ആദ്യം തന്നെ പണിപ്പാളി. അയ്യോ ഇങ്ങനൊന്നും അല്ല. കാലൊക്കെ എടാ തിരിച്ചു പോട്ടെ. 43 സെക്കൻഡേ. ഓ എടാ അർജുൻ ബ്രോ എന്തൊക്കെയാ പഠിച്ചിട്ടാ വന്നേക്കുന്നേ. എന്റെ മോനെ, എടാ സെവിനെ നിന്നെ തോപ്പിച്ച് ബെറ്റൊക്കെ നിന്നെ തോപ്പിച്ച് ഓടാ. അതാ കുരുക്കി ഇങ്ങോട്ട് ഇപ്പഴത്തെ 42 അർജുൻ ബ്രോ. 43 സെക്കൻഡ് കഴിഞ്ഞു. 44ആയി. ചെരുപ്പിനകത്ത് വീല് പിടിപ്പിച്ചിട്ടില്ലേ? ഇതിനകത്തൊരു നല്ലൊരു ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട്. അതായത് നമുക്ക് വളരെ സേഫ് ആയിട്ട് ഫാമിലി ആയിട്ട് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ല രസമുള്ള ട്രാക്ക് ഉണ്ട്. നല്ല രസമുള്ള ട്രാക്ക് എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ഡേഞ്ചറൊന്നുമല്ല, എന്നാലും നമ്മുടെ വണ്ടിയുടെ കേപ്പിലേക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. ഞങ്ങൾ ഇന്ന് ഇവരായിട്ട് അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. സീറ്റ് ബെൽറ്റ് ആണോ? സീറ്റ് ബെൽറ്റ് ഓഫ് റോഡ് പോകുമ്പോഴേക്കും സീറ്റ് ബെൽറ്റ് മസ്റ്റാണ്. എന്നാ ഇതേ കയറിക്കോ. കൊച്ചി പഞ്ചായത്ത് കൊടുത്തില്ലേ? ജസ്റ്റ് കയറിക്കോ. ആടെ ഓട്ട മത്സരം, ഇവിടെ വൻ ഓട്ട മത്സരം. ഇവര് മൊത്തം ഫുള്ള് കോമ്പറ്റീഷൻ ആണേ. ഇത് അവരുടെയാ. എഞ്ചിനീയർ കണ്ടോ?
അതുകൊണ്ടല്ല, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓഫ് റോഡ് ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു വഴിയാണ്. ഞങ്ങൾ അപ്പുറത്തെ മല കയറിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഇവിടെ അതിന് വഴി കാണിച്ചു കൊടുക്കണേ. കാണിച്ചോ. മറ്റേ പുറകിലല്ലേ? ഇവിടെ ഫുള്ള് പുല്ലിന്റെ മണം അല്ലേ? പുൽത്തൈലത്തിന്റെ മണം. വേണ്ടേ, നമ്മുടെ പജീർ ഇവിടെ കിടപ്പുണ്ട്. അർജുൻ എടാ നീ പുറകെ കൂടെ ഇറങ്ങി ആളും നമ്മള് വണ്ടി അവിടെ ഇട്ട് കേട്ടോ. ഹായ് ബ്രോ, പേരെന്നാ? മെൽബിൻ. നാട് എവിടെയാ? കണ്ണൂര്. താങ്ക് യു. നിങ്ങളൊന്ന് വൈകിട്ട് വരണ്ടല്ലേ? വൈകിട്ട് വരുന്നുണ്ട്. ശരി, അപ്പൊ കാണാം. ബൈ ബൈ ബൈ. അപ്പൊ നമ്മൾ ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് പോവാണ്. ചെറിയൊരു തണുപ്പൊക്കെ ആയി തുടങ്ങി കേട്ടോ. ചെറിയൊരു കുഞ്ഞൊരു തണുപ്പ്. നമ്മളിപ്പോ ഇതിന്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അവിടെ വേറെ മരം കൊണ്ടുണ്ട് കേട്ടോ. അതിന്റെ മേളിൽ കയറാം. അടിപൊളി. അപ്പൂസേ അപ്പൂസേ എന്താ അപ്പൂസേ? ഇതാണ് ഞാൻ കാണിച്ചതേ. ഫുള്ള് നന്ദു അടിപൊളി. ഇപ്പൊ കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് അങ്കിൾ നിൽക്കുന്നിട്ട് അപ്പുറത്തോട്ട് ഭയങ്കര താഴ്ചയാണ് കേട്ടോ. അടിപൊളി സ്ഥലം. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലോ, സേഫ് ആണ് കേട്ടോ ഇവിടെ. വേറെ കുഴപ്പമില്ല. താഴെ ഫുള്ള് ഗ്രില്ലിട്ടേക്കാണ്. ഇത് കണ്ടല്ലോ, അടിപൊളി. ഇവിടെ നമുക്ക് കുറച്ചേരം ഇരിക്കാം. നമ്മൾ പയ്യല്ലേ പോകുന്നുള്ളൂ? അതോ പയ്യ ഒരു മഴ. പക്ഷെ അപ്പൂസ് ഉണ്ടായിരുന്നു. അല്ല, ഇവ മഴ നനയുന്നല്ലേ? നമ്മൾ ഇവിടുന്ന് വീണ്ടും അകത്തോട്ട് പോകാൻ കേട്ടോ. രണ്ട് സൈഡിലും ഫുള്ള് തെരുവയാണ്. അടിപൊളി. ഇത് വഴിയുണ്ട്, നടവഴിയുണ്ട്. ഇതുണ്ടോ, ഇടയ്ക്ക് ചെറിയ കുഴിയൊക്കെ ഉണ്ട്. നോക്കിയേ, ഇവിടെ എല്ലാവരും ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സേഫ് ആണ്. പണ്ട് ചെറുങ്കോശി ഈ ഒരു ഇങ്ങനെ നടക്കാൻ വന്നപ്പോഴേക്കും പന്നീനെ കണ്ടിട്ടുണ്ട്. കാട്ടുപന്നി. പിന്നെ ഇതെന്നാ സാധനം? എന്തോ ജീവിയുടെ ചത്ത് കിടക്കുന്നോ അല്ലേ? അതെ അതെ, തൂവലാണ്ടോ? എന്തോ ജീവി. എന്തോ ജീവി ചത്ത് കിടക്കുന്ന. ബോഡി ഉണങ്ങിപ്പോയി അവിടെ കിടന്നു. ഗ്രില്ല് അവിടം വരെ ഉള്ളൂ. അടിപൊളി സ്ഥലം. നിങ്ങൾ താട്ട് വാങ്ങിയാണോ? പണ്ടത്തെ ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടാ. കുഞ്ഞ് ഇവർക്കൊന്നും അറിയത്തില്ലായിരിക്കും. കുഞ്ഞുമരത്തിന് വലുതാവുമ്പോ ഇവര് ചെയ്ത് കഴിഞ്ഞാ ഓരോരുത്തരുടെ ദേഹത്ത് എറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാ കുത്തിയെന്നൊക്കെ പറഞ്ഞു അവൻ എന്നെ കുത്തി. കുഞ്ഞു പറയുമ്പോഴേ കംപ്ലൈന്റ് അറിയില്ല. കുഞ്ഞു പറയുന്നതിനെ കുറിച്ച് ആൾക്കാർ ഇതുകൊണ്ടാണേ ഞാൻ കാണിച്ചില്ല. ഇതുകൊണ്ടാണ് ഈ സാധനത്തെ. ഇതുകൊണ്ടാണേ ഇത് ചെയ്തിട്ടുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേണ്ടാ കുത്തിയിരിക്കുക, അവിടെ ഇരിക്കുക. ഇത് കൊച്ചിനത്തെ ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനം ഉണ്ടായിരുന്നു. നമ്മൾ ബബിൾസ് ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. കൊട്ടാവാടി ഒടിച്ചെടുത്തിട്ട് ബബിൾസ് നാച്ചുറൽ എന്റർടൈൻമെന്റ്സ് ആയിരുന്നു അതൊക്കെ. ഇനിയിപ്പോ എനിക്ക് ഇവിടെ വണ്ടി എടുത്തോണ്ട് റിവേഴ്സ് വേണം പോകാനായിട്ട്.